വെളിപ്പാട് പുസ്തകം 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിനാണ് പാപം ചെയ്ത മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതും തിരികെ കയറാൻ കഴിയാതെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തിയതും. മനുഷ്യൻ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് അകലേക്ക് നീക്കിയില്ലായിരുന്നെങ്കിൽ മരണമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് സ്വാഭാവികമായും ചിന്തിക്കാം. എന്നാൽ അതേ ദൈവം തന്നെയാണ് ജീവവൃക്ഷത്തിൽ അവകാശം കൊടുക്കുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. പാപം ചെയ്ത മനുഷ്യന് ദൈവ തേജസ് നഷ്ടമായി, ദൈവവുമായുള്ള ബന്ധം നഷ്ടമായി, ആത്മീയ മരണം സംഭവിച്ചു, ദേഹി വഷളായി, ദേഹത്തിന് താഴ്ച ഭവിച്ചു. ഈ അവസ്ഥയിൽ എന്നേക്കും ജീവിക്കുന്നത് ഭൂമിയിലെ നരക ജീവിതത്തിന് സമാനമാണ്. ഒരു പ്രത്യാശയും പിന്നെ ഉണ്ടാവുകയില്ല. ജീവിതം തന്നെ വെറുക്കുകയും മടുക്കുകയും ചെയ്യും. എന്നാൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പദ്ധതിയുള്ളതിനാലാണ് ദൈവം അപ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം വിലക്കിയത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥ വിജയം നേടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ സ്വർഗത്തിൽ അനേക പദവികളും നിത്യതയിൽ ശാശ്വത അവകാശങ്ങളും പുതുവാനഭൂമിയിലും പുതിയ യെരുശലേമിലും നിത്യമായ പ്രതിഫലങ്ങളും നൽകും. സ്വർഗീയ തേജസ്സുള്ളവരായി രോഗദുഃഖ മരണങ്ങളില്ലാതെ സ്വർഗീയ ശരീരം ധരിച്ച് ദൈവത്തിൻ്റെ നിത്യരാജ്യത്തിൽ ശ്രേഷ്ഠാനുഭവത്തോടെ വസിക്കുകയും ചെയ്യും. അവർക്കാണ് ജീവവൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നത്. പുതിയ യെരുശലേമിൻ്റെ വാതിലുകളിലൂടെ കടക്കുന്നവർക്കാണ് പളുങ്കുപോലുള്ള ജീവജല നദിക്കരയിൽ മാസം തോറും പുതിയ ഫലം കായ്ക്കുന്ന ജീവവൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നത്. അതിനായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പനകൾ പിൻപറ്റണം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.